നമ്മളുടെ ലക്ഷ്യം അഥവാ നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ബോധ മനസ്സിൽ, ബാഹ്യ മനസ്സിൽ ക്ലിയർ ആയിട്ട് പതിയുന്നതിന് വേണ്ടിയിട്ടാണ് അഫർമേഷൻ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് നമ്മളുടെ മനസ്സ് തന്നെ വളരെ ഡീപ്പ് ലെവലിൽ ഒന്ന് മനസ്സിലാക്കട്ടെ, ഗ്രഹിക്കട്ടെ. നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ ബാഹ്യ മനസ്സ് തന്നെ നിരന്തരം ഓർത്തിരിക്കട്ടെ. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അഫർമേഷൻ ചെയ്യുക എന്നുള്ളത്. അത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അതോടുകൂടി നമ്മളുടെ ആ പറയുന്ന വാചകം, അതിലുള്ള കാര്യം മനസ്സിൽ പൂർണ്ണമായിട്ട് ഉറയ്ക്കുകയാണ്. പിന്നീട് സ്വയമേ അത് നമ്മളുടെ ലക്ഷ്യം എന്താണോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇടവിട്ട് സ്വയം വരാനായിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലാണ് വിഷ്വലൈസേഷൻ അഥവാ ഇമാജിനേഷൻ വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഭാവനയിൽ കാണുകയാണ്. അഫർമേഷനും ഇമാജിനേഷനും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. അഫർമേഷനിൽ നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ മറ്റേതെങ്കിലും ഭാഷയിലോ നിങ്ങളുടെ വിഷ് അഥവാ ഡ്രീം എന്താണെന്നുള്ളത് സ്വയം അഫർമേറ്റ് ചെയ്യാം. നിങ്ങളോട് തന്നെ ആവർത്തിച്ചു പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഗ്രാഹ്യമുള്ളതും ഏറ്റവും സുഗമമായതുമായ ഭാഷ ഏതാണോ ആ ഭാഷയിൽ മനോഹരമായ ഒരു വാചകം ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങളോട് തന്നെ ആവർത്തിച്ചു പറയാം. അതാണ് അഫർമേഷൻ. അവിടെ ഒരു ഭാഷ ആവശ്യമാണ്, വാചക ഘടന ആവശ്യമാണ്. ഇത് രണ്ടും പ്രവേശിക്കുന്നത് ബാഹ്യ മനസ്സിലേക്കാണ്. എക്സ്റ്റേണൽ മൈൻഡ് നീഡ്സ് എ ലാംഗ്വേജ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ ബാഹ്യ മനസ്സിന് ഒരു ഭാഷ ആവശ്യമാണ്. വ്യക്തമായ ഒരു വാചക ഘടനയോടുകൂടിയ ഭാഷാ പ്രയോഗം അവിടെ ആവശ്യമാണ്. നെക്സ്റ്റ് എന്താണ്? വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷനിൽ നമ്മൾ ഒരു വാചകവും പറയുന്നതേയില്ല, നമ്മൾ ഒന്നും പറയുന്നില്ല. പകരം നിശബ്ദമായ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൈവരിക്കുന്നതായിട്ട്, നമ്മൾ എന്താണോ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിക്കുന്നതായിട്ട്, എന്താണോ നേടാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് നേടാൻ കഴിയുന്നതായിട്ട്, നമ്മൾ എന്തായിത്തീരാനാണോ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നതായിട്ട്